ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൂസും ചേട്ടായും ഒക്കെ രാവിലെ പോയി കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ദിവസം ശരിക്കും തുടങ്ങുന്നത് കേട്ടോ. അപ്പം പ്രാർത്ഥിച്ച് തുടങ്ങും. പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം വായനയാണ്. വെറുതെ ഒറ്റയ്ക്കിരിക്കുമല്ലേ, അപ്പോൾ സമയം പോകണമല്ലോ. അപ്പോൾ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ വായിക്കും. വായിച്ച് ഇന്ന പുസ്തകമൊന്നും ഇല്ല കേട്ടോ, എനിക്ക് വനിത കിട്ടിയാലും ഞാൻ വായിക്കും. വായിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലായി. അവരൊക്കെ പോകുന്നതിന് മുന്നേ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. പിന്നെ കഴിക്കുമ്പം ചൂടോടെ കഴിക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ഞാൻ അപ്പോഴുണ്ടാക്കും. ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇന്ന് ഇവിടെ അപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെയാണ് കേട്ടോ. അപ്പം രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ശരിക്കും അവധിയുള്ള ദിവസമാണെങ്കിൽ അപ്പൂസ് ഒപ്പം നിൽക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അപ്പം ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ് അവന് ഉണ്ടാക്കി സഹായിച്ചൊക്കെ തരും എനിക്ക്. ഇന്നിപ്പം അവർ രാവിലെ 7 മണിക്ക് മുന്നേ ചേട്ടായും കൊച്ചും പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണു. ശരിക്കും ഈ കാലൊക്കെ മേലാതെ കുറേ വയ്യാതെ ഇരിക്കുന്ന സമയം മുതൽ അപ്പൂസ് ഒത്തിരി അടുക്കളയിൽ പണിയെടുക്കും കേട്ടോ. എനിക്ക് ചായ ഉണ്ടാക്കി തരാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ഇത് ഒത്തിരി എൻ്റെ ഒപ്പം നിൽക്കും കേട്ടോ. പാത്രം കഴുകാനും എല്ലാത്തിനും അവൻ കൂടെ ഉണ്ടാവും. കഴിക്കാനിരിക്കുമ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഇത് അമ്മ കറി എടുത്ത് തരാനും ഒക്കെ ഇത് അവന് ഭയങ്കര കെയറിങ് ആണ്. അവനില്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ തന്നെ എനിക്ക് വിഷമമാണ്. സ്കൂളിൽ പോയിട്ട് വരുന്ന സമയം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പം മീനൊക്കെ വരേണ്ട സമയമായി. അപ്പം കുറച്ച് മീനൊക്കെ വാങ്ങി കറി വയ്ക്കണം, തുണി അലക്കണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. നന്ദി.